കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ജാതി വിവേചനം. ഈഴവ സമുദായത്തിൽപ്പെട്ട കഴകം ജീവനക്കാരനെ മാറ്റി നിർത്തി. തൃശൂർ ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ജാതി വിവേചനമെന്ന് ആക്ഷേപം. കഴകം പ്രവർത്തിക്കാൻ നിയമിതനായ ഈഴവ സമുദായത്തിൽപ്പെട്ട തിരുവനന്തപുരം ആര്യനാട് സ്വദേശി വി എ ബാലുവിനെ തന്ത്രിമാരുടെ സമ്മർദ്ദത്തെ തുടർന്ന് മാറ്റി നിർത്തിയെന്നാണ് പരാതി. സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്നാണ് മാറ്റിയതെന്നാണ് ദേവസ്വം ബോർഡിന്റെ വിശദീകരണം. കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കഴകം മാലകെട്ട് പ്രവർത്തിക്ക് ഈഴവ സമുദായത്തിൽപ്പെട്ടയാളെ നിയമിച്ച ദേവസ്വം ബോർഡിന്റെ ചരിത്ര തീരുമാനത്തിന് പിന്നാലെയാണ് ഇപ്പോൾ ഇങ്ങനെയൊരു ആരോപണം. കഴകം മാലകെട്ട് പ്രവർത്തിക്ക് ഈഴവ സമുദായത്തിൽപ്പെട്ടയാളെ നിയമിച്ചതിന് പിന്നാലെ പിന്നോക്കക്കാരനായ ബാലുവിനെ ജോലിയിൽ നിന്നും മാറ്റി നിർത്തണമെന്നാവശ്യപ്പെട്ട് തന്ത്രിമാരുടെ ക്ഷേത്ര ബഹിഷ്കരണ സമരം നടന്നതായാണ് റിപ്പോർട്ട്. ക്ഷേത്രത്തിലെ ശുദ്ധിക്രിയകളിൽ പങ്കെടുക്കാതെ തന്ത്രിമാർ മാറി നിന്നു. ഇതോടെ നടക്കാനിരിക്കുന്ന പ്രതിഷ്ഠാദിന ചടങ്ങുകളെ പ്രതിഷേധം ബാധിക്കുമെന്ന ഭയത്തിൽ ദേവസ്വം ബോർഡ് ബാലുവിനെ ഓഫീസ് അറ്റൻഡർ തസ്തികയിലേക്ക് താൽക്കാലികമായി മാറ്റിയെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന ആരോപണം. കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ പരീക്ഷ പാസ്സായി ലഭിച്ച നിയമനമാണ് തന്ത്രിമാരുടെ പ്രതിഷേധത്തെ തുടർന്ന് ദേവസ്വം ബോർഡ് മാറ്റിയത്. എന്നാൽ സാങ്കേതികമായ പ്രശ്നങ്ങളെ തുടർന്നാണ് നടപടിയെന്നാണ് ദേവസ്വം ബോർഡിന്റെ വിശദീകരണം. ബാലു കഴിഞ്ഞ മാസം 24-നാണ് ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ കഴകപ്രവർത്തിക്കാരനായി ചുമതലയേറ്റത്. ബാലു ഈഴവ സമുദായം അംഗമായതിനാൽ കഴകപ്രവർത്തിയിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് തന്ത്രിമാരും വാര്യർ സമാജവും ആവശ്യപ്പെട്ടു. ഇരിങ്ങാലക്കുടയിലെ 6 തന്ത്രി കുടുംബാംഗങ്ങൾ ക്ഷേത്ര ചടങ്ങിൽ നിന്ന് അന്നു മുതൽ വിട്ടുനിൽക്കുകയും ചെയ്തു. ഇന്ന് പ്രതിഷ്ഠാദിന ചടങ്ങുകൾ നടക്കേണ്ടതിനാൽ 7-ാം തീയതി ഭരണസമിതി ചർച്ച വിളിച്ചു. തുടർന്നാണ് ബാലുവിനെ ഓഫീസ് ജോലികളിലേക്ക് മാറ്റാനുള്ള തീരുമാനമുണ്ടായത്. അതേസമയം ക്ഷേത്രത്തിൽ നേരിടുന്ന അവഹേളനവും സമ്മർദ്ദവും മൂലം വി എ ബാലു 5 ദിവസത്തെ അവധിയിൽ പ്രവേശിച്ചു. ജാതി വിവേചനത്തിനെതിരെ വിവിധ കോണുകളിൽ നിന്ന് ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. അവധി കഴിഞ്ഞ് തിരിച്ചെത്തുന്ന ബാലുവിനെ പ്രവൃത്തിയിലേക്ക് തന്നെ നിയമിക്കാനാണ് ഭരണസമിതിയുടെ തീരുമാനം. അങ്ങനെ നിയമിച്ചാൽ പ്രതിഷേധം തുടരുമെന്നാണ് തന്ത്രിമാർ നൽകുന്ന സൂചന. പ്രതിഷേധം തുടർന്നാൽ ക്ഷേത്ര ചടങ്ങുകളിലെയും മെയ് 8-ന് നടക്കുന്ന ഉത്സവ ചടങ്ങുകളെയും ഇത് ബാധിക്കുകയും ചെയ്യും.